മീഡിയ ടിവി ക്രിസ്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാനരചയിതാവ് പാസ്റ്റർ സാങ്കുട്ടി മത്തായിക്ക് ചിക്കാഗോ സമൂഹത്തിന്റെ ആദരവ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഗൂഢശ്രമം. ബോഗെയിൻവില്ലയിലെ സ്തുതിപാട്ടിനെതിരെ പരാതിയുമായി സിറോ മലബാർ അൽമായ ഫോറം. പേജറുകൾ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത. സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലെ വിളവെടുപ്പുത്സവം വൻ വിജയം. വാർത്തകൾ വിശദമായി. ക്രൈസ്തവ ഗാനസാഹിത്യത്തിന് ചിരസ്മരണീയമായ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള അനുഗ്രഹീത ഗാനരചയിതാവാണ് പാസ്റ്റർ മത്തായി സാങ്കുട്ടി. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇരുൾമൂടിയ ജീവിത വഴിയിൽ ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും തിരിനാളമായി എന്നുമെന്നും പ്രകാശം ചൊരിയുവാൻ കഴിയുന്ന 150-ൽ പരം അനശ്വര ഗാനങ്ങൾ ഇതിനോടകം തന്റെ തൂലികയിൽ നിന്നും പിറവിയെടുത്തു. ജീവിതാനുഭവങ്ങളുടെ കനലുകളിൽ സ്ഫുടം ചെയ്തെടുത്ത ആ ഗാനങ്ങളുടെ നിര നീളുകയാണ്. ഭക്തകവി, ഗാനരചയിതാവ്, പ്രഭാഷകൻ എന്നീ നിലയിൽ ഇന്നും പ്രവർത്തന രംഗത്ത് ആത്മചൈതന്യത്തോടെ നിലകൊള്ളുന്ന പാസ്റ്റർ മത്തായി സാങ്കുട്ടി കർമ്മവേദിയിൽ 6 പതിറ്റാണ്ട് പിന്നിട്ടു. പാടിപ്പതിഞ്ഞ അനേക ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സംഭാവന നൽകിയ പാസ്റ്റർ സാങ്കുട്ടി മത്തായിയെ ചിക്കാഗോയിലെ മലയാളി സമൂഹം ആദരിക്കുന്നു. ഒക്ടോബർ 5 ശനിയാഴ്ച വൈകിട്ട് 6-ന് IPC ചിക്കാഗോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗീത ആദരവ് പരിപാടിയിൽ അദ്ദേഹം രചിച്ച ഗാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഹിസ് വോയിസ് ചിക്കാഗോ എന്ന സംഗീത പരിപാടികൾ അവതരിപ്പിക്കും. ലുവാൻഡയിലെ ആർച്ച് ബിഷപ്പ് എമിറിറ്റ്സ് കർദിനാൾ അലക്സാണ്ടർ ഡോക്ടർ നാസിമെന്റോ 99 വയസ്സ് അന്തരിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കർദിനാളിന്റെ നിര്യാണത്തിൽ ടെലിഗ്രാം സന്ദേശത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. മനുഷ്യരാശിയുടെ നല്ല സമരക്കാരനായ യേശുവിന്റെ കാരുണ്യപൂർണമായ മുഖത്തെ വിഷമകരവും പ്രയാസകരവുമായ സമയങ്ങളിൽ പ്രകടമാക്കിയ വ്യക്തിയാണ് കർദിനാൾ അലക്സാണ്ടർ. തന്റെ വിശ്വാസി സമൂഹത്തിന് അദ്ദേഹം നൽകിയ നല്ല പരിചരണത്തെ സ്മരിക്കുന്നു. ക്രിസ്തുവിനുള്ള വിശ്വാസവും നിത്യജീവനുള്ള പ്രത്യാശയും അദ്ദേഹത്തെ ധീരനും സ്വതന്ത്രനുമാക്കി. പൊതുനന്മയ്ക്ക് അനുകൂലമായി നയിക്കാൻ കഴിവുള്ളവനും തന്റെ തീഷ്ണതയിൽ അപ്പോസ്തോലിക വീക്ഷണവുമായി സഹകരിച്ച് തന്റെ ഇടയജനത്തെ നയിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹമെന്ന് പാപ്പ സന്ദേശത്തിൽ വെളിപ്പെടുത്തി. കാത്തലിക് ഹൈറാർക്കി വെബ്സൈറ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അന്തരിച്ച കർദിനാൾ അലക്സാണ്ടർ. അമൽ നീരജ് സംവിധാനം ചെയ്ത് റിലീസിനൊരുങ്ങുന്ന ബോഗെയിൻവില്ല സിനിമയുടെ പ്രോമോ ഗാനത്തിനെതിരെ പരാതിയുമായി സിറോ മലബാർ അൽമായ ഫോറം. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് തുടങ്ങുന്ന ഗാനത്തിന് എതിരെയാണ് കേന്ദ്ര സർക്കാരിന് സംഘടന പരാതി നൽകിയത്. ഗാനം ക്രിസ്ത്യൻ പശ്ചാത്തലം വികലമാക്കിയാണ് അവതരിപ്പിച്ചതെന്നും കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം ഗൂഢശ്രമങ്ങളും മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് ഇടപെടണമെന്നുമാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷോഭണ മന്ത്രാലയത്തിനും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും നൽകിയ പരാതിയിൽ പറയുന്നത്. ഗാനത്തിന്റെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ്. ഗാനത്തിന്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതാണെന്നുമാണ് അൽമായ ഫോറം ആരോപിക്കുന്നത്. സിനിമ റിലീസ് ചെയ്തിട്ടില്ലെന്നും ഗാനവും വേണ്ടി വന്നാൽ സിനിമയും സെൻസർ ചെയ്യണമെന്നാണ് ഫോറം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന വൻ ചൂഷണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്നതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവരെ നിന്ദിക്കുന്ന ഗാനങ്ങളിലൂടെ സാത്താനിസത്തിന്റെയും മതനിന്ദയുടെയും ദുഷ്പ്രവണതകളെ ന്യായീകരിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നും സംഘടന പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇസ്രായേൽ ലെബാനൂനിൽ പേജറുകൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം. അമേരിക്കൻ മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന ലിയോൺ പനേറ്റയുടെ അഭിപ്രായമനുസരിച്ച് പേജറുകൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം ഒരുതരം ഭീകരതയാണ് തുറന്നു കാട്ടുന്നത്. യുദ്ധമുഖത്ത് ശത്രുവിനെ തകർക്കുവാൻ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പേജറുകൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം. ആശയവിനിമയത്തിന് 1921-ൽ പേജറുകൾ സർവ്വസാധാരണമായിരുന്നു. ഒരു ചെറിയ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ ലഘു ഇലക്ട്രോണിക് ഉപകരണം റേഡിയോ റിസീവർ ആയിട്ടും ബീപ്പർ എന്ന നാമോദയത്തിലൂടെ അറിയപ്പെട്ടിരുന്നത്. സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന പേജറുകളും സന്ദേശങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന പേജറുകളും നിലവിലുണ്ട്. 1990 വരെ പേജറുകൾ ജനങ്ങളുടെ ഒഴിച്ചുകൂടാനാകാത്ത വാഹകനാണെങ്കിൽ ഏകദേശം 2000-ഓടെ ആ സ്ഥാനം സെൽഫോണുകൾ ഏറ്റെടുത്തു. സദുദ്ദേശത്തോടുകൂടി നിർമ്മിച്ച പേജറുകൾ ഇന്ന് സ്ഫോടനങ്ങൾക്കായി ഉപയോഗിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു.
ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം മൂലം 40,691 പേർ മരണപ്പെടുകയും 94,000 പേർ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ജെറുസലേം ആസ്ഥാനമായുള്ള ജൂത പീപ്പിൾ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഗസ്റ്റ് മാസം നടത്തിയ സർവേയിൽ 49% ജൂത ഇസ്രായേൽ ജനങ്ങളും തങ്ങളുടെ സൈന്യം ഗാസ ഈജിപ്ത് അതിർത്തി വിടരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇസ്രായേൽ സൈനികർക്കെതിരെ തീവ്രവാദികൾ നടത്തുന്ന പോരാട്ടത്തിൽ ഹമാസ് പരാജയപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. ഇസ്രായേൽ രാഷ്ട്രം ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. അതിനു കാരണം ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നിശ്ചയമായും നാം ദൈവിക സംരക്ഷണ വലയത്തിനുള്ളിലാണ്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. സങ്കീർത്തനങ്ങൾ 91:7. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിയുടെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ദൈവിക സംരക്ഷണം ലഭ്യമാകുന്നത്. മനുഷ്യർ ഭീകരവാദികളായി തീരുന്നതിന്റെ പ്രധാന കാരണം അവർ യഥാർത്ഥ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ആയതുകൊണ്ട് പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മൾക്ക് ഇനിയും മുന്നോട്ട് യാത്ര തുടരേണ്ടിയിരിക്കുന്നു. ഫിലഡൽഫിയ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ സെപ്റ്റംബർ 29 വമ്പിച്ച വിജയവുമായി വാർഷിക ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടന്നു. ദൈവോചനം, കൂട്ടായ്മ എന്നിവയാൽ സമ്പന്നമായ ഈ ചടങ്ങ് വളരെ കാലം സഭാ സമൂഹത്തിന്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കും. ഈ വർഷം വലിയ രീതിയിൽ ആഘോഷിച്ച വിളവെടുപ്പുത്സവം സമൂഹത്തിന്റെ ശക്തമായ ഐക്യവും ആത്മാർത്ഥമായ പങ്കാളിത്തവും ഉദാത്തമായി പ്രകടമാക്കി.